നിന്നെ എന്റെ മുമ്പിൽ എത്തിക്കാൻ തന്നെയാണ് ഞാൻ മഞ്ചാടിയെ നിന്റെ വീട്ടിലേക്ക് അയച്ചത്. അതെ, ഞാൻ നിങ്ങളെ പറ്റിച്ചെന്ന് പറയാൻ പറ്റുമോ ആന്റി? നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ തരാന്ന് ദാസാറ് സമ്മതിച്ചില്ലേ? അത് ഞാൻ അയാളെ വിരട്ടി വാങ്ങിച്ചതല്ലേ. ഓ, എന്നിട്ടും അയാൾ അതിന് ഉപാധി വെച്ചു. മാസം 25,000 രൂപ ഇന്ദ്രന് അനുപമയ്ക്ക് കൊടുക്കണം. എന്തായാലും അനുപമ ഇന്ദ്രന്റെ ഭാര്യയല്ലേ? അപ്പൊ ഡിവോഴ്സിന്റെ വിധി വരുമ്പോ ഭാര്യയ്ക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കാൻ കോടതി ഇന്ദ്രനോട് ആവശ്യപ്പെടും. അത് കുറച്ച് നേരത്തെ കൊടുക്കുന്നു കരുതിയ പോലെ ആന്റി. നീ എന്റെ വായിന്ന് വല്ലതും കേക്കുവേ? അനുപമയ്ക്ക് ചെലവിന് കൊടുക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ഇത് പറയാനാണോ എന്നെ വിളിപ്പിച്ചത്? അല്ല, മഞ്ചാടിയെ ആന്റി എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോണം, അല്ലെങ്കിൽ അത് വലിയ വിഷയമാകും. വിഷയം ആവട്ടടാ. മഞ്ചാടിയുടെ കല്യാണം മുടക്കണമെന്ന് നീ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യം ഇപ്പൊ തന്നെ പലർക്കും അറിയാം. ഇനി നിന്റെ അച്ഛനും അമ്മയും കൂടി ഒന്ന് അറിയട്ടെ ഗോകുലെ. ആന്റി, അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ട് ആന്റി. അതുകൊണ്ട് അവരുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നൊക്കെ എനിക്കറിയാം. അതിന്റെ പേരിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായാൽ അതെല്ലാവരെയും ബാധിക്കും. ആന്റിയെയും ദാസങ്ങളിനെയും എല്ലാം ബാധിക്കും. അങ്കിൾ ഇപ്പോഴും ഇന്ദ്രന് ഷോപ്പ് കൊടുക്കാന്ന് സമ്മതിച്ചിട്ടേ ഉള്ളൂ. അനുപമയുടെ പേരിൽ നിന്ന് ഇന്ദ്രന്റെ പേരിലേക്ക് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. മഞ്ചാടിയെ ആന്റി എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ അവളെയും കൂട്ടി ഞാൻ നേരെ പോകുന്നത് ദാസാറിന്റെ വീട്ടിലോട്ടായിരുന്നു. ജീവൻ രാജിന് എന്ത് സംഭവിച്ചെന്ന് ദാസാറിന് അറിയാന്ന് പറഞ്ഞാൽ മഞ്ചാടി പിന്നെ അവിടെ ഇരുന്നോളൂ. അവളവിടെ ഇരിക്കട്ടെ ഗോകുലെ. അവളവിടെ ഇരുന്നാൽ എനിക്കെന്താ? ജീവൻ രാജിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അറിയാവുന്ന നീ പറഞ്ഞാലൊന്നും മഞ്ചാടി അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോ എന്നോട് മത്സരിക്കാൻ തന്നെ ആന്റിയുടെ തീരുമാനമല്ലേ? ഇത് മത്സരമൊന്നും അല്ല ഗോകുലെ. സുശീലയെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ലെന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തന്നതാ. ഒരു കാര്യം ചെയ്യാം. ദാസാർ എഗ്രിമെന്റ് എഴുതുമ്പോ ഇന്ദ്രന് അനുപമയ്ക്ക് എല്ലാ മാസവും 25,000 രൂപ നൽകണമെന്ന ഉപാധി അതിലുണ്ടാവില്ലെന്ന് നീ എനിക്ക് ഉറപ്പുതാ. മഞ്ചാടി ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോവാ. ശരി, അനുപമ ഇന്ദ്രന് യാതൊരു ഉപാധികളും ഇല്ലാതെ ആ ഷോപ്പ് എഴുതി കൊടുക്കും. അതുപോലെ ദാസാറിനെ കൊണ്ട് അത് ഞാൻ ജയിച്ചോളാം. അത് മതി. കാര്യം കഴിഞ്ഞ ഈ വാക്ക് നീ മാറില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം മഞ്ചാടി എന്റെ കസ്റ്റഡിയിലാണല്ലോ. അവളെ ഏത് നിമിഷവും നിനക്കെതിരെ തിരിച്ചുവിടാൻ കഴിയുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി നിനക്കില്ലാതിരിക്കില്ലല്ലോ. എന്നാ ശരി, നീ പോയിക്കോ. മഞ്ചാടിയുടെ കാര്യം ഞാൻ ഏറ്റു. ശരി.